പുറത്ത് നല്ല അടിപൊളി മഴ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു നൂഡിൽസ് കണ്ടുപിടിച്ചു. ഇതാണ് കേട്ടോ, സ്പൈസി 3x സ്പൈസി. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ കുറച്ച് എരിവുള്ള സാധനങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. അപ്പം അവൻ പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചാണ്. ഞാൻ അത്രയും എരിവൊന്നും കഴിക്കില്ല, എന്നാലും കുഴപ്പമില്ല. നാളൊക്കെ വാങ്ങിച്ചത് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ 2 ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താവും അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ വിനു ആണ് എന്താ പറയുക, ഈ സ്പൈസിയുടെ ആള്. അപ്പം സ്പൈസി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചെടുത്താണ്. അപ്പോൾ ഒന്ന് കഴിച്ച്, മിനിക്കുട്ടൊന്ന് കഴിച്ച്. സാധാരണ സ്പൈസിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇക്കിള് വീഴും, എന്നാലും സ്പൈസി തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട്? എരിയുണ്ടോടാ? കുറച്ച് ഇക്കിള് വീണ്. ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇക്കിള് വീഴുമെന്ന്. ഇതാ വെള്ളമൊക്കെ ഇവിടെ റെഡി. കുടി എരിവുള്ള സാധനം എന്ത് കഴിച്ചാലും ഇക്കിള് വീഴും. അപ്പം ഞാൻ നോക്കട്ടെ. ഭയങ്കര സ്പൈസി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക, ഇപ്പം ഞാൻ അധികം സ്പൈസി ഒന്നും കഴിക്കാറില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ബാക്കിയോടെ വച്ചേക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. ഒന്ന് കഴിക്കല്ലേ. പറ്റത്തില്ല, ഭയങ്കര സ്പൈസിയാണ്. ഒരു രക്ഷയില്ല, ഞാൻ കഴിക്കണില്ല. കാരണം നല്ല എരിവ്. മുതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വിചാരിച്ചപ്പോൾ ഞാൻ വെച്ചാൽ അകത്ത് ചെല്ലുമ്പം കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര എരിവുണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം, എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ഈ സാധനം ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്താൽ മതി. വിനുവിന് പക്ഷേ എരിവൊക്കെ ആണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും കഴിക്കും. നല്ല എരിവുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് അവൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം വിനുവിൻ്റെ കണ്ണ് കാണിച്ചു തരാം. എൻ്റെ നാക്കൊക്കെ നല്ല ഉമ്മനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എരി ചെല്ലുമ്പോഴേ. അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയാനുള്ള ധൈര്യം എനിക്കില്ല. വേണ്ടവർ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. നല്ല വിചാരിച്ച പോലെയല്ല, ഭയങ്കര സ്പൈസിയാണ്. ഇന്ന് ഇച്ചിരി എടുത്ത് കഴിച്ചാൽ അത്രയും കുഴപ്പമില്ല. ഈ ചുണ്ടിലൊന്നും മുട്ടരുത്, നേരെ അകത്ത് ചവയ്ക്കാറക്കുക. മറ്റേ കൊറിയക്കാരൊക്കെ കഴിക്കുന്നുണ്ടല്ലേ, ഇവിടെ ഒന്നും മുട്ടരുത്, അകത്ത് വയ്ക്കുക, കഴിക്കുക. ചൂടുള്ളപ്പോൾ ഭയങ്കര സ്പൈസിയാണ്. ഇപ്പോൾ കുറച്ച് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി എടുത്തിട്ട് കഴിക്കാൻ പറ്റും. ചൂടോടെ ഒരു കാരണവശാലും കഴിക്കരുത്. വെറുതെ വയറ്റിനൊന്നും പണി വാങ്ങിച്ച് വയ്ക്കരുത്. അതുകൊണ്ട് നല്ല റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ അവസ്ഥ പറയാൻ പറ്റത്തില്ല. അപ്പം ഓക്കെ.